അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ഇപ്പോൾ ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യും. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 11 മണിയായി. അപ്പോൾ ഇനിയിപ്പോൾ പോണ വഴിക്ക് തെന്മലയിൽ പോകാനുള്ള സമയം ഉണ്ടോയെന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് കയറണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങുകയാണ്. മണി 10:30 ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുള്ളത്. അപ്പോൾ വഴിയിലൊരു കേരള റെസ്റ്റോറൻറ്റ് കണ്ടു. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഞങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ഞങ്ങൾ റെസ്റ്റോറൻറ്റുകളിൽ ഇപ്പോൾ തിരക്കില്ലാത്ത സ്ഥലത്താണെങ്കിലും നമ്മൾ പോയി കഴിച്ചു തുടങ്ങി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവിടെ ഭയങ്കര തിരക്കായിരിക്കും. ഇതുപോലെ തന്നെയാണ് ഇവിടെ ഞങ്ങൾ വന്ന സമയത്ത് ഒട്ടും ആൾക്കാരുണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ പോവാറായപ്പോഴത്തേക്കും നല്ല തിരക്കായി. അപ്പോൾ ഞങ്ങൾ ഇതപ്പോൾ പൊറോട്ടയൊക്കെയാണ് വാങ്ങിയത്. കാരണം ഇവിടെ ഇനിയിപ്പോൾ ഊണിൻ്റെ സമയമായി ഓൾമോസ്റ്റ്. അപ്പോൾ പൊറോട്ട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളിത് അത് കഴിക്കുക. ഇപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ തമിഴ്നാട് ബോർഡറൊന്നും കഴിഞ്ഞിട്ടില്ല. ഈ സ്ഥലത്തിൻ്റെ പേര് പുളിയറ എന്നാണ്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് തന്നെ ഓൾമോസ്റ്റ് ലഞ്ചിൻ്റെ ടൈം ആയി. പക്ഷേ നല്ല ഹോട്ടലുകളൊന്നും നമ്മൾ ആ വന്ന വഴിക്ക് കണ്ടില്ലായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ കേരള ഹോട്ടലിൽ നിന്ന് വന്ന വഴിക്ക് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് കയറി. വലിയ ഹോട്ടലൊന്നുമല്ല, അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല ഒരു റെസ്റ്റോറൻ്റാണ്. പൊറോട്ടയ്ക്ക് ഈ ടൈമിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പൊറോട്ടയ്ക്ക് ഞങ്ങൾ വാങ്ങിക്കഴിച്ച് ഊണുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഊണ് കഴിക്കാൻ നിന്നില്ല. ഇവിടെ KSRTCയിലൊക്കെ അവർ വന്നവരൊക്കെ ഡ്രൈവർമാരൊക്കെ ഹോൾട്ട് ചെയ്തിട്ട് ഭക്ഷണത്തിനായിട്ട് നിർത്തുന്നത് ഈ ഒരു ഹോട്ടലാണ്. അവിടെ കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ ഈ വഴി വന്നവർ ഒന്ന് നോട്ട് ചെയ്തോളൂ, ഈ പുളിയറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇങ്ങനൊരു കേരള ഹോട്ടലുണ്ട്. ഈ വഴിയുള്ള ആകെയുള്ള ഒരു ഹെയർ പിന്നാ തോന്നുന്നത്. ഞങ്ങളിത് വന്ന വഴിക്ക് ഒരു ഇങ്ങനെ വെള്ളച്ചാട്ടം പോലെ, വെള്ളച്ചാട്ടം എന്നല്ല, ഇങ്ങനെ ഒരു അരുവി പോലെ ഒഴുകുന്ന ഒരു സ്ഥലം കണ്ടു. അവിടെ ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. റിസ്ക് ഉണ്ടോയെന്നൊന്നും അറിയില്ല. നമ്മളധികം അങ്ങോട്ട് ഇറങ്ങണില്ല. പക്ഷെ അതിൽ ആഴില്ലാന്ന് തോന്നുന്നു. ആൾക്കാർ അവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. ഞങ്ങളിത് വന്ന വഴിക്ക് കണ്ട ഒരു ചെറിയ അരുവിയാണ്. നല്ല രസമുണ്ട്. ഒരുപാട് ആളുകൾ കുളിക്കണമൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ കുളിക്കാനൊന്നും നിന്നില്ല. അധികം അങ്ങോട്ടേക്കും പോയില്ല. കാരണം ചെറിയ ഒഴുക്കുള്ള പോലെ നമുക്ക് തോന്നി. ആ പാറക്കെട്ടിലൊക്കെ ഇരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഒന്നാമത് സമയമില്ല, പിന്നെ രണ്ടാമത് ചെറിയൊരു ഒഴുക്കുണ്ട്. അപ്പോൾ നല്ല രസമുണ്ട്. ഇത് ഈ നമ്മൾ പോകുന്ന വഴി തന്നെയാണ്. അതായത് തെന്മലയ്ക്ക് പോകുന്ന ഒരു റൂട്ടിൽ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നൊരു അരുവിയാണ്. ഞങ്ങളുടെ ട്രിപ്പ് അങ്ങനെ ഏകദേശം അവസാനമായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. കാരണം നമ്മൾ എല്ലാ യാത്രയും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാനൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. എപ്പോഴും നമുക്ക് യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇനി അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ജോലി ഉണ്ടെങ്കിൽ ജോലിക്ക് പോകണം, അല്ലെങ്കിൽ നമുക്ക് ഓരോരോ കാര്യങ്ങൾ നമ്മുടെ വീട്ടിലേക്കുള്ള ഓരോരോ കാര്യങ്ങളായിട്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ട ഒരു സമയങ്ങളാണ്. അപ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട്. ഇന്ന് യാത്ര 2 ദിവസം കൊണ്ട് തന്നെ അവസാനിപ്പിക്കേണ്ട ദിവസമാണ്.
അപ്പോൾ ഇത്രയും നേരം ഞങ്ങൾ എല്ലാം നല്ലപോലെ തന്നെ എൻജോയ് ചെയ്തു. അതോടൊപ്പം തന്നെ നമ്മുടെ യാത്രയും ഭാഗ്യം കൊണ്ട് വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ലാണ്ട് ഇപ്പോൾ ഇനിയിപ്പോൾ ഒരു 100 കിലോമീറ്ററിൻ്റെ അടുത്താണ് നമുക്കിനി വീട്ടിലേക്ക് എത്താനുള്ളത്. അപ്പോൾ എല്ലാം നല്ലൊരു സേഫ് ആയിട്ടുള്ളൊരു ട്രാവലായിരുന്നു ഇത്രയും നേരത്തെ. ഒരു ലോങ് ഡ്രൈവ് നമ്മൾ സ്വന്തമായിട്ട് ഇത്രയും ദൂരത്തേക്ക് ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഭയങ്കര വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസും ഇപ്പം ഒരുപാട് വേറൊരു നാട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് കൂടുതൽ ഓരോ ആളുകളായിട്ട് ഇടപെടാനും അവിടുത്തെ ആ ഒരു സ്ഥലങ്ങളൊക്കെ പരിചയപ്പെടാനും അവരായിട്ട് മിങ്കിൾ ചെയ്യാനൊക്കെ കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് വളരെ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ ഒരു ചായ കുടിച്ച് ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് പതുക്കെ ഇരിക്കുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഞാൻ വീട്ടിൽ ചെന്നിട്ട് പറയാം. അതുമാത്രമല്ല ചില റെസ്റ്റോറൻറ്റ്സ് നമ്മൾ തെങ്കാശിയിലൊക്കെ പോണ സമയത്ത് നമുക്ക് നല്ല ഫുഡൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളും അങ്ങനെയുള്ള ചില ടിപ്സ് ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബാക്കിയത്തെ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം. ഞങ്ങളങ്ങനെ ഫൈനലി വീട്ടിലെത്തി. ഇപ്പം ജസ്റ്റ് വന്ന് കയറിയുള്ളൂ. ഏകദേശം ഒരു ഇപ്പോൾ സമയം ഒരു 8:40 8:30 ആയപ്പോഴത്തേക്ക് ഞങ്ങളിവിടെ എത്തിയായിരുന്നു. ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഫുഡ് കഴിക്കാൻ കയറി, കാരണം ഉച്ചയ്ക്ക് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വൈകുന്നേരം ജസ്റ്റ് ചായ കുടിക്കാനായിട്ടൊന്ന് ജസ്റ്റ് കയറിയായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 500 കിലോമീറ്ററോളം ഞാൻ സെൽഫായിട്ട് ഡ്രൈവൊക്കെ ചെയ്ത് ഞാൻ ഇന്നത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങൾ തിരിച്ചെത്തി. വേറെ ഒരു പ്രശ്നങ്ങളും ഭാഗ്യം കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം ഈ ഇയറിൽ എൻ്റെ ഒരു നല്ലൊരു എന്താ പറയുക ഒരു സ്റ്റോറി ആയിട്ട് എനിക്ക് എൻ്റെ മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മൊമെൻറ്റ്സാണ് ഈ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഞങ്ങൾ ട്രാവൽ ചെയ്തത്. അപ്പോൾ ഞങ്ങളുടെ ഈ ട്രാവല് ഇനിയും കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസ്, നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലൊപ്പം ഷെയർ ചെയ്യുക, മറ്റ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം ഞങ്ങൾ താമസിച്ച ആ ഒരു ഹോട്ടലിൻ്റെ പേര് ഞങ്ങളത് മേക്ക് മൈ ട്രിപ്പിലായിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അത് അവരുടെ അടുത്ത് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് എമൗണ്ട് ഡിസ്കൗണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ റെഡിയാക്കി തരുന്നതാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ ആ ഓപ്പറേറ്റ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ പേര്, അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്പർ, വാട്സാപ്പ് നമ്പറൊക്കെ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തായിരിക്കും. അതോടൊപ്പം ബെസ്റ്റ് റെസ്റ്റോറൻറ്റ്സ്, ഞങ്ങൾ ബെസ്റ്റ് എന്നല്ല, ഞങ്ങൾ കമ്പാരിറ്റീവ്ലി ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ് ഞങ്ങൾ പോയ നോൺ വെജ് ആയിക്കോട്ടെ വെജ് ആയിക്കോട്ടെ അങ്ങനെയുള്ള റെസ്റ്റോറൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളിപ്പോൾ എന്തായാലും നിലവിൽ കഴിച്ചിട്ട് വേറെ ഒന്നും വയറിനോ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മളൊരു ട്രാവൽ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണല്ലോ ഫുഡ്. അപ്പോൾ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഇനി ചിലപ്പോൾ പലർക്കും പല രീതിയിലാണോ എന്ന് എനിക്കറിയില്ല. പല ആളുകളും ട്രാവൽ ചെയ്യുമ്പോൾ പല എക്സ്പീരിയൻസ് ഉണ്ടാവാം ഈ ഒരു പർട്ടിക്കുലർ ഷോപ്സിനെ പറ്റി. എന്തായാലും നമ്മുടെ ഒരു നല്ലൊരു എക്സ്പീരിയൻസസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും, ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. അപ്പോൾ ഇനിയുള്ള നല്ല വീഡിയോസ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇനി നല്ല ട്രാവലും ഫുഡ് അങ്ങനെയുള്ള എല്ലാ വീഡിയോസും ഇൻക്ലൂഡ് ചെയ്യുന്ന നല്ല വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോസുമായിട്ട് ഞാൻ എത്തുന്നത് വരേക്കും താങ്ക് യു, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.